ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഈ നമ്മുടെ ഈ വുഡൻ ഫർണിച്ചറുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കടകളിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കാം, നമുക്ക് ഇത് സീസണിങ് ചെയ്ത വുഡിലാണ് ഈ ഫർണിച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സീസണിങ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നതിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സീസണിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഏതൊരു മരവും നമ്മൾ മുറിച്ച് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ തേക്ക് പോലുള്ള മരങ്ങളല്ലാതെ മറ്റുള്ള ഏതൊരു മരങ്ങളാണെങ്കിലും ഇതിൽ ഏകദേശം ഒരു 35 തൊട്ട് 40% വരെ വെള്ളത്തിൻ്റെ അംശം ഏതൊരു മരത്തിലും നമ്മൾ മുറിക്കുന്ന ആ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലുള്ള ഈ വെള്ളത്തിൻ്റെ അംശം ഇതിൽ നിന്ന് ഈ മരത്തിൽ നിന്ന് നമ്മൾ ഫർണിച്ചർ ഉരുപ്പടിയാക്കുന്നതിന് മുമ്പ് അത് നമ്മൾ മാറ്റണം. അതിന് പറയുന്ന ഈ പ്രോസസ്സിങ്ങിന് പറയുന്ന പേരാണ് സീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീസണിങ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഈ ഫർണിച്ചറിന് ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെള്ളത്തിൻ്റെ അംശം ഈ മരത്തിൽ നമ്മൾ നീക്കം ചെയ്യാതെ അതുകൊണ്ട് ഫർണിച്ചറുകൾ ഉണ്ടാക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഈ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അപ്പോൾ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വെള്ളത്തിന് ചില ക്രാക്കുകൾ, നമ്മളെ ഫർണിച്ചറിന് ചെറിയ ക്രാക്കുകൾ വരും. പിന്നെ കൂടാതെ തന്നെ ഈ ഫർണിച്ചറിൻ്റെ ഭാഗങ്ങളൊക്കെ വളഞ്ഞു പോകും, ബെൻഡിങ് ആവും. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസണിങ് ചെയ്യാത്ത മരത്തിൽ നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ വരുന്ന ഇഷ്യൂസാണ്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ സീസണിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സീസണിങ്ങിനെ 3 തരത്തിലാണ് ചെയ്യുന്നത്. ഒന്ന് എയർ ഡ്രൈയിങ്. സാധാരണ നമ്മൾ മുറിച്ചു കൊണ്ടുവന്ന മരം ഇങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിട്ട് കാറ്റിൽ ഉണക്കിയെടുക്കുക. സ്വാഭാവികമായിട്ട് കാറ്റിനൊരു ചൂടുണ്ടാവില്ല. ഈ ചൂടിൽ മെല്ലെ അതിലുള്ള വെള്ളത്തിൻ്റെ അംശത്തിനെ വലിച്ചെടുത്ത് ഉണക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എയർ ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഇത് കുറേ കാലം പിടിക്കും. അതുകൊണ്ട് സാധാരണ ഇപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഇപ്പോൾ അധികം നമുക്ക് ചെയ്യുന്നത് ക്ലീൻ ഡ്രൈയിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. അതായത് ഒരു തരം ഓവണിൽ വെച്ച് ഒരു ചൂള പോലെയുള്ളൊരു സംഭവത്തിൽ അതിൽ വെച്ചിട്ടാണ് ഇപ്പോൾ മരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം നീക്കം ചെയ്യുന്നത്. അതിന് നമ്മളൊരു താപനില, ഒരു ടെമ്പറേച്ചറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഇത്ര സമയം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ മെല്ലെ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഗ്രാജുവലായിട്ട് 12 മണിക്കൂറോ അല്ലെങ്കിൽ 24 മണിക്കൂറോ അല്ല ഇനി 15 ദിവസം വരെ ഓവൻ ഡ്രൈയിങ് ചെയ്തിട്ടൊക്കെ വെള്ളത്തിൻ്റെ അംശം അതൊന്ന് മാറ്റിയെടുക്കും. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്ലീൻ ഡ്രൈയിങ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു 5 തൊട്ട് 7% വരെ വെള്ളം എപ്പോഴും ആ മരത്തിലുണ്ടാവും കേട്ടോ. അതിൻ്റെ മേലെ നമുക്കതൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മൂന്നാമത്തെ ഒരു ഡ്രൈയിങ്ങിൻ്റെ സീസണിങ്ങിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത് സോളാർ സീസണിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ സൂര്യപ്രകാശത്തിലിട്ടിട്ട് വെയിലുള്ള സമയത്ത് നാച്ചുറലായിട്ട് അതുള്ള വെള്ളത്തിൻ്റെ അംശത്തിനെ റിമൂവ് ചെയ്യുന്നത്. ഇതും കുറച്ച് സമയം പിടിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഈ 3 തരത്തിലാണ് ഇപ്പോൾ ഇന്ന് മരത്തിന് നമുക്ക് സീസണിങ് ചെയ്യുന്നത്. അപ്പോൾ സീസണിങ് ചെയ്തതിന് ശേഷം നമ്മൾ അതുകൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റുകളാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതിലുണ്ടാവില്ല. വളഞ്ഞു പോവുക, ക്രാക്കാവുക, അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ആ ഫർണിച്ചറിന് ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു.